സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിൽ. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലും നിരാഹാര സമരം തുടർന്ന് രൂപേഷ്. പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചു നീക്കിയത് കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വാട്ടർ ടാങ്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി. വൈറസിനു വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയും ഉള്ളത്. സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. എങ്കിലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രിയിലും രൂപേഷ് നിരാഹാര സമരം തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രൂപേഷ് നിരാഹാര സമരത്തിലാണ്. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജയിലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രൂപേഷ് നിരാഹാര സമരത്തിലാണ്. ജയിൽ ഡോക്ടർ രാവിലെ നടത്തിയ പരിശോധനയിലാണ് രൂപേഷിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. രൂപേഷ് എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച രൂപേഷിനെ മെഡിസിൻ, കാർഡിയോളജി, അസ്ഥിരോഗ വിഭാഗം, ENT വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ശേഷം അഡ്മിറ്റാക്കുകയായിരുന്നു. ആശുപത്രിയിലെ ജയിൽ സെല്ലിൽ സ്വായത്ത സ്പെഷ്യൽ പോലീസ് സംഘത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രിയിലും ഭക്ഷണം കഴിക്കാതെ നിരാഹാരം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചു നീക്കി. കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്നത് ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ടാങ്ക് ഇന്ന് വൈകിട്ടോടെയാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. 45 വർഷം മുമ്പ് സ്ഥാപിച്ച ജലസംഭരണി തുടക്കത്തിൽ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയമുണ്ടാവുകയും കമ്പികൾ തുരുമ്പെടുത്ത് ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമായിരുന്നു. കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണ് അപകട ഭീഷണിയായി നിൽക്കുകയായിരുന്നു. തുടർന്ന് ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് അധികൃതരും കളക്ടർ, മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി കൊടുത്തിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ടാങ്ക് ഇന്ന് വൈകിട്ടോടെയാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. മീഡിയ ടൈം, പെരിഞ്ഞനം. കാറ്റിൽ മരം വീണ് സ്കൂട്ടർ തകർന്നു. സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്കൂട്ടർ യാത്രക്കാരനായ കല്ലേറ്റുങ്ങര സ്വദേശി പാറേപ്പറമ്പിൽ അനിൽകുമാറാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ ബുധനാഴ്ച ഉച്ചയോടെ ആളൂരിൽ വെച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രക്കാരനായ കല്ലേറ്റുങ്കര സ്വദേശി പാറേപ്പറമ്പിൽ അനിൽകുമാറാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അനിൽകുമാർ സ്കൂട്ടറിൽ ആളൂരിൽ നിന്നും കൊടകര ഭാഗത്തേക്കുള്ള യാത്രയിൽ മഴ വന്നതിനെ തുടർന്ന് സ്കൂട്ടർ സൈഡൊതുക്കി കോട്ടിടുന്നതിനിടയിൽ വൻ ശബ്ദത്തോടെ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിൽ കൂടി റോഡിലേക്ക് വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് അനിൽകുമാർ ഓടി മറിഞ്ഞതിനാലാണ് ജീവൻ രക്ഷിക്കാനായത്. സ്കൂട്ടർ ഭാഗികമായി തകർന്നു.
പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി മരം മാറ്റിയാണ് സ്കൂട്ടർ പുറത്തെടുത്തത്. ഈ റൂട്ടിൽ അല്പനേരം ഗതാഗതം സ്തംഭിച്ചു. ആളൂർ പോലീസ് സ്ഥലത്തെത്തി. മീഡിയ ടൈം, ആളൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കരുവന്നൂർ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി CPIM നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ EDയുടെ നിലപാടിനെതിരെ CPIM മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബിജു ഉറുമീസ്, സലീം പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു. മാളയിൽ അപകടത്തിൽ പരിക്കേറ്റയാൾ കുഴഞ്ഞു വീണു മരിച്ചു. മാള കനകക്കുന്ന് ആലങ്ങാട്ടുകാരൻ ഉമ്മറിന്റെ മകൻ 57 വയസ്സുള്ള നസീറാണ് മരിച്ചത്. വടമയിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന നസീറിന്റെ ബൈക്കും എതിർദിശയിൽ നിന്നെത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനും കൈക്കും പരിക്കേറ്റ നസീറിനെ ഉടൻ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എക്സ്റേ എടുത്ത ശേഷം ഇവിടെ നിന്നും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിന് ആംബുലൻസിൽ കയറ്റിയ ഉടനെ അസ്വസ്ഥത പ്രകടിപ്പിച്ച നസീറിനെ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അല്പസമയത്തിനു ശേഷം മരിക്കുകയായിരുന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പ് നടന്നു. പ്രധാന അധ്യാപിക US ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ MU സുരേഷ് ക്ലാസ് നയിച്ചു. DSLR ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ഏകദിന ക്യാമ്പാണ് നടന്നത്. അന്നമനട KSCB സെക്ഷന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ഇല്ലാതായിട്ട് 4 ദിവസം. പാലിശ്ശേരി, മേലടൂർ, അന്നമനട, ആലത്തൂർ, വാളൂർ, വെസ്റ്റ് കൊരട്ടി പ്രദേശങ്ങളിൽ കിടപ്പ് രോഗികൾ അടക്കമുള്ളവർ ദുരിതത്തിലാണ്. കൂടുതൽ തൊഴിലാളികളെ കൂട്ടി മരം വെട്ടിമാറ്റി ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് KSCB അധികൃതർക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK തിലകൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുനിത സജീവൻ, ലളിത ദിവാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CK ജമാൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഖിൽ പോൾ, പ്രശാന്ത് ശിവൻ, ഷെൻജോ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി ഇടപ്പള്ളിയിൽ വാഹന അപകടം. നിയന്ത്രണം വിട്ട കാർ നിരവധി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടപ്പള്ളിയിൽ നിന്നും പുക്കാട്ടുപടി റോഡിലേക്ക് കയറിയ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലിടിക്കുകയും തുടർന്ന് മറ്റൊരു ഓട്ടോയെയും റോഡിനോട് ചേർത്ത് വെച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. അപകട കാരണം വ്യക്തമല്ല. CPIMന്റെ നേതാക്കൾക്കെതിരെ കുറ്റപത്രം നൽകിയ EDക്കെതിരെ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CM ബബീഷ്, അൻവർ സാദിഖ്, അമ്പിളി സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ ചിന്താശേഷിയും ക്രിയാശേഷിയും സർഗാത്മകതയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന ക്രിയേറ്റീവ് കോർണർ ശില്പശാല PTA പ്രസിഡന്റ് ബിനുരാജ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റസ് ജീജ, സ്കൂൾ അധ്യാപകരായ യമുന, ഷിൻസി, ധന്യ, ജ്യോതി എന്നിവർ സന്നിഹിതരായിരുന്നു. BRC പ്രതിനിധികളായ സൂയിമോൾ, രാധിക, മായ, ഗ്രീഷ്മ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, KV ശരത്ചന്ദ്രൻ, വനിതാ വിംഗ് സീനിയർ വൈസ് പ്രസിഡന്റ് CC അനിത, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ VK സദാനന്ദൻ, CS നിഷാദ്, VK രാജേന്ദ്ര ബാബു, KS അബ്ദുൾ ജബ്ബാർ, ഫാത്തിമ ഇബ്രാഹിം, VK വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് സീരീസ് സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1992-95 കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾ മേറ്റ്സ് 95 ഹൈസ്കൂൾ ഓർമ്മകളുടെ 30ാം വാർഷികം ആഘോഷിച്ചു. എടവലങ്ങ് ഫിഷറീസ് സ്കൂളിലെ പ്രധാന അധ്യാപിക നിഷ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മേറ്റ്സ് 95 അംഗം നസറിന്റെ കവിതാ സമാഹാരം
കാൽപ്പനികതയുടെ ലഹരി രണ്ടാം പതിപ്പ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും SSM ട്രസ്റ്റ് പ്രസിഡന്റുമായി CD പ്രകാശനം ചെയ്തു. കഥാകൃത്തും എഴുത്തുകാരനുമായ സിദ്ദിഖ് അമ്പലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി. 30 വർഷങ്ങൾ 30 പരിപാടിയിൽ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ കേശദാനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. റെഡ്ഡിസ് ബ്ലഡ് കോർഡിനേറ്ററും സ്കൂൾ മേറ്റ് സംഘമായ സഹീൽ കേശം ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ സാബു K. ഹബീബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മേറ്റ്സ് വൈസ് ചെയർമാൻ ജാസ്മി ഹർഷത്ത്, നസറിൻ എന്നിവർ സംസാരിച്ചു. BJP കൊടുങ്ങല്ലൂർ 21ാം വാർഡ് വികസന സമിതി വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും അംഗനവാടി കുട്ടികൾക്കുള്ള കുട വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP തൃശൂർ ജില്ലാ സൗത്ത് പ്രസിഡന്റ് AR ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ KS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BJP കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് TS രാജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് JHIമാരായ K. സരിത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിലെത്തു. KG സുജ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിൽ. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലും നിരാഹാര സമരം തുടർന്ന് രൂപേഷ്. പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചു നീക്കിയത് കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വാട്ടർ ടാങ്ക്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.